വാട്ട് ഇഫ് പെട്ടെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ ഒരു ഭ്രാന്തനായി അംഗീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്വപ്നം കണ്ട അമ്മേ മഹാകാളി, എന്റെ മോനെ ചതിച്ചോ? സൊസൈറ്റി മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി, പ്രത്യേകിച്ച് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവര് നിങ്ങളെ ഒരു ഭ്രാന്തനായി കണക്കാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? എന്താ അമ്മ ഇത്? എന്തിനാ കരഞ്ഞ് വെള്ളമുണ്ടാക്കുന്നത്? എനിക്കൊന്നുമില്ല. ആൻഡ് ആ ഒരു കഥയാണ് തനിയാവർത്തനം. സോ 1987 സിബി മലയിൽ സംവിധാനം ചെയ്ത് ലോഹിതദാസ് എഴുതി നമ്മുടെ മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് തനിയാവർത്തനം. മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റർ ഡയറക്ടർ കോംബോയാണ് സിബി മലയിൽ ലോഹിതദാസ്. ഒരിക്കലും നിങ്ങൾ ഇവർ രണ്ടുപേരെയും ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ചിത്രങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇവർ ചെയ്ത ഓരോ സിനിമയുടെ കഥയും ഭയങ്കര യൂണീക്കും ഒരുപാട് നാള് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങളായിരിക്കും. ഇതൊരു ടിപ്പായി പറഞ്ഞതേ ഉള്ളൂ. തനിയാവർത്തനം, ആ പേര് തന്നെ സിനിമയുടെ കഥ പറയുന്നു. അതായത് തനിയാവർത്തനം, ഒരേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. മമ്മൂട്ടി സാറ് അല്ലെങ്കിൽ മമ്മൂക്ക അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് ഇമോഷണൽ റോൾസ് ചെയ്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിങ് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ട് തോന്നിയൊരു സിനിമയാണ് ഇത്. സോ വൈ ഈസ് തനിയാവർത്തനം ദിസ് മച്ച് ഡിസ്റ്റർബിങ്? അതിനു മുമ്പ് സിനിമ, TV സീരീസ് എന്നീ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഉടനെ തന്നെ വരുന്നതാണ്. സ്റ്റോറിയിലോട്ട് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സ്കൂൾ ടീച്ചറാണ്. തൻ്റെ ഭാര്യയും മക്കളും അനിയനും ബാക്കി വീട്ടിലുള്ളവരുമായി ഒരു കൂട്ടുകുടുംബം സെറ്റപ്പിലാണ് ബാലൻ താമസിക്കുന്നത്. പക്ഷേ ഈ ഒരു കുടുംബത്തിന് ഒരു കുഴപ്പമുണ്ട്. പണ്ടത്തെ ചില കാരണങ്ങൾ കാരണം ഈ ഒരു കുടുംബത്തിന് ഒരു ശാപം കിട്ടിയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആൻഡ് അത് കാരണം ഓരോ തലമുറയിലെ ഒരാണിന് ഭ്രാന്ത് വരുമെന്ന് ഇവരെല്ലാം വിശ്വസിക്കുന്നു. ഒരുപാട് പഴഞ്ചൻ അന്ധവിശ്വാസങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് ഈ ഒരു കുടുംബത്തിലെ പലരും. എന്നാൽ ബാലന്റെ അനിയനായ മുകേഷ് ചെയ്യുന്ന ഗോപി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇതിനൊക്കെ എതിരാണ്. പറ്റില്ല. അതിന്റെ പേരില് ഭ്രാന്ത് എനിക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ. സത്യത്തിൽ ബാലനും ഈ വക അന്ധവിശ്വാസങ്ങളെ അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അദ്ദേഹം ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല. എല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശാപവും പാരമ്പര്യവും ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോ അവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് വഴി കൊടുത്തൂടെ? ഈ ബാലന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലൈക്കബിൾ ക്യാരക്ടറാണ്. മാത്രമല്ല സ്വന്തം കുടുംബത്തിനെ അദ്ദേഹം ജീവന തുല്യം സ്നേഹിക്കുന്നു. താൻ കാരണം കുടുംബത്തിലുള്ള പലർക്കും പ്രശ്നങ്ങളും പരിഭവവും ഉണ്ടാകണ്ടെന്ന് കരുതി ഈ വക പല അന്ധവിശ്വാസങ്ങളെയും ഒരു പരിധിവരെ തെറ്റാണെന്ന് അറിയാമെങ്കിലും അദ്ദേഹം അതിനെ എതിർക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ കുടുംബത്തിന്റെ നിലവിലെ ഭ്രാന്തനാക്കപ്പെട്ട ആളായ ശ്രീധരൻ മരിക്കുന്നത്. സോ ഈ ഒരു മരണം ബാലനെ സ്വപ്നത്തിൽ വല്ലാതെ വേട്ടയാടുന്നു. സിനിമയിലെ ഈ ഒരു പോയിന്റിന് ശേഷം പലർക്കും ബാലന്റെ മേൽ സംശയം ഉണ്ടാകുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ തലമുറയിലും ഒരാണിന് ഭ്രാന്ത് ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് ഭ്രാന്ത് വരാൻ പോകുന്നത് ബാലനാണെന്ന് പലരും സംശയിക്കുന്നു. ഈ ബന്ധം അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ. ശ്രീധരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ തുടക്കം. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? അദ്ദേഹത്തിന്റെ ഫാമിലി മാത്രമല്ല സൊസൈറ്റി വരെ ഒരു കുഴപ്പവും ഇല്ലാത്തൊരു മനുഷ്യനെ ഭ്രാന്തനായി കാണുന്നു. മാഷ് പേടിയാണോ? എന്തിന്? എല്ലാരും പറയാ മാഷക്ക് ഭ്രാന്താണെന്ന്. ആകപ്പാടെ ബാലനെ മനസ്സിലാക്കിയിരുന്നത് തന്റെ അനിയൻ ഗോപിയായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഗോപി വരെ ബാലനെ ഭ്രാന്തനായി സംശയിക്കുന്നു. ബാലേട്ടൻ ഒരു ഡോക്ടറെ കാണണം. പിന്നീട് തന്റെ സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് വരെ ബാലനെ എല്ലാരും കൂടെ അന്യനാക്കുന്നു. ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു 2 വീട് അപ്പുറത്താ. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് എന്തെന്ന് പറയും? ഇവിടെ തെക്ക് 2 വീട് അപ്പുറ വാടക. സ്വന്തം നാട് കൊച്ചാകലയാ. നാട്ടിലേക്ക് പോണ വഴിയാ. ഇറങ്ങട്ടെ? പോട്ടെ. മാത്രമല്ല ഈ ഒരു ഭ്രാന്തനാണെന്ന് മുദ്ര കുത്തിയതിനു ശേഷം ബാലന് തന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെടുന്നു. അതിലൂടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നു.
പറയുന്നേ എന്താ അല്ലേ, ചുറ്റുമുള്ളവരുടെ അന്ധമായ പല വിശ്വാസങ്ങൾ കാരണം ഒരാളുടെ ജീവിതം ഇല്ലാതായി. ഈ സിനിമയുടെ ഒരു സാഡ് പാർട്ട് എന്ന് പറയുന്നത്, ഓൾദോ ബാലന് ഒരു കുഴപ്പവുമില്ല, പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ മറവിൽ താൻ ജീവന തുല്യ സ്നേഹിച്ച കുടുംബം പോലും തന്നെ മനസ്സിലാക്കുന്നില്ല. ആൻഡ് ഫൈനലി ആ തലമുറയുടെ ഭ്രാന്തൻ ബാലനാകുന്നു. സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഈ ഒരു സിനിമ കാട്ടിത്തരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ മോസ്റ്റ് ഡിസ്റ്റർബിംഗ് പാർട്ട്, ഭ്രാന്തനാക്കിയ തന്റെ ബാലനെ കാണുന്ന അമ്മ. മോനെ, ഇനിയും ജീവിക്കണോ നിനക്ക്? ആരാരുമില്ലാതെ ഈ മുറിയിൽ കിടന്ന് ആയുസ് മുഴുവൻ നരകിക്കണോ? ഭ്രാന്തതയുടെ ഈ ഒരു ആവർത്തന പ്രതിഭാസം ബാലനിലൂടെ ഇല്ലാതാകണമെന്ന് കരുതി ചോറിൽ വിഷം ചേർത്ത് സ്വയവും ബാലനും നൽകി മരിക്കുകയാണ്. ഓ, എന്താ അല്ലേ? ഇനിയാണ് എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം ഡിസ്റ്റർബിംഗ് ആവുന്നത്? അതിന്റെ കാരണവും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ബിക്കോസ് സൊസൈറ്റിയും കുടുംബവും കൂടെ ഒരു കുഴപ്പവുമില്ലാത്ത ഒരാളെ ഭ്രാന്തനാക്കി മാറ്റി. അത് മാത്രമല്ല, ബാലന്റെ ഈ ഒരു നശിച്ച ജീവിതത്തിൽ നിന്ന് ആകെയുള്ള ഫ്രീഡം അല്ലെങ്കിൽ മോക്ഷം മരണമാണ്. ബാലന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ, തനിക്കൊരു കുഴപ്പവുമില്ല എന്നാൽ പോലും ഏറെ പ്രിയപ്പെട്ടവർ പോലും അത് അംഗീകരിക്കുന്നില്ല. സ്വന്തം അമ്മ തന്നെ തന്റെ മകനെ കൊല്ലുകയാണ്. ആൻഡ് അവസാനം ആ ഒരു അമ്മയിലൂടെ ഭ്രാന്തതയുടെ തനിയാവർത്തനം അവിടെ തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പറ, സത്യത്തിൽ ആരാണ് ഈ സിനിമയുടെ വില്ലൻ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാലന് തന്നെ തൻ്റെ ഈ ഒരു അവസ്ഥ വരാൻ ഒരു ചെറിയ പങ്കുണ്ട്. കാരണം ആദ്യമേ ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങൾക്കെതിരെ സ്വന്തമായ ഒരു നിലപാടെടുത്ത് ഇതിനെയൊക്കെ എതിർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബാലൻ ഈ ഗതി വരില്ലായിരിക്കാം. ആൻഡ് ഈ സിനിമയുടെ വേറൊരു ഡാർക്കായിട്ടുള്ള കാര്യം, ആ ഒരു യങ്ങർ ജനറേഷൻ, അതായത് ബാലന്റെ മക്കൾ ഈ വക അന്ധവിശ്വാസങ്ങളും ഈ വക ആചാരങ്ങളും കണ്ടാണ് വളർന്നത്. എല്ലാരും പറയുന്നത് ശരിയാണോ? ഞങ്ങളുടെ അച്ഛന് ഭ്രാന്തുണ്ടോ? ആർക്കെങ്കിലും ഭ്രാന്ത് ഇല്ലാതുണ്ടെങ്കിൽ അത് വല്യേട്ടന് മാത്രമാ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ സിനിമയുടെ എല്ലാ ആക്ടേഴ്സിന്റെയും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി സാറിന്റെ. അതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല, അറിയാം. ചിലപ്പോൾ അറിയില്ല, പണ്ടത്തെ കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള പല പ്രാക്ടീസുകളും ഉണ്ടായി കാണാം. സോ തനിയാവർത്തനം വാസ് എ ഡിസ്റ്റർബിംഗ് മൂവി ഫോർ മീ. പിന്നെ ഈ തനിയാവർത്തനം എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത് ഞാൻ ഏത് ക്ലാസിക് മലയാളം മൂവിയാണ് റീവിസിറ്റ് ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതേപോലെ തന്നെ ജയറാമിന്റെ അപരൻ എന്ന് പറയുന്ന ഒരു ഡാർക്ക് മൂവി റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണണമെങ്കിൽ ഇവിടെ ഞെക്കിയാൽ മതി.